ചാനൽ ഷോപ്പിംഗ് ഫോർ ഹാപ്പി. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഓയിൽ ഷോട്ട്സിന്റെ റിവ്യൂ ആയിട്ടുള്ള വീഡിയോയാണ്. ഓയിൽ ഷോട്ട്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞാൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഐക്കാർഡിൽ ലിങ്ക് ഇട്ടേക്കാം. ഈ ഓയിൽ ഷോട്ട്സ് എന്ന് പറയുന്നത് ബ്രില്ലിയർ എന്ന ബ്രാൻഡിന്റെ ഓയിൽ ഷോട്ട്സ് ആണ്. ഹെവി മോയ്സ്ചറൈസിംഗ് ബൂസ്റ്റർ ഓയിൽ ഷോട്ട്സ് എന്നാണ് അവർ നെയിം ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒരു 8 ഇതുപോലെ കുഞ്ഞു ബോട്ടിലിനകത്ത് ഓയിൽ ഷോട്ട്സ് ഓയിൽ ഉണ്ടായിരുന്നു. 8 ബോട്ടിലാണ് ഇതുപോലെ ഉണ്ടായിരുന്നത്. ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു നോസിൽ ആപ്ലിക്കേറ്റർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് 15 ഡേയ്സ് സപ്ലൈ ആണ്. എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യുക, മോർണിംഗിൽ വാഷ് ഓഫ് ചെയ്ത് കളയുക. അതാണ് അവർ പറഞ്ഞിരുന്ന രീതി. ഇനി ഇതില് കണ്ടൻസ് എന്ന് പറയുന്നത് ആർഗൺ ഓയിൽ, ഷിയ ഓയിൽ, സോയാബീൻ ഇൻ 100% ഫോർമുല ഫോർ ഡ്രൈ ഹെയർ ആൻഡ് സ്കാൽപ്പ്. അപ്പോൾ ഡ്രൈ ഹെയറിനും ഡ്രൈ സ്കാൽപ്പിനും വേണ്ടിയിട്ടുള്ളൊരു നാച്ചുറൽ ഫോർമുലയാണ് ഈ ബോക്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓയിൽ ഷോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ആർഗൺ, ഷിയ, സോയാബീൻ. ഓക്കെ, പിന്നെയുള്ളത് ഇത് വന്നിട്ട് 775 ആണ് അവരുടെ പ്രൈസ്. പക്ഷെ നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 200 rupees ഓഫ് പോയിട്ട് 575 ആണ് ഞാൻ പേ ചെയ്തത്. അപ്പൊ ഞാൻ ഇത് ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആണ്, ഒരു ആഡ് വന്നിട്ട് കാണുന്നതാണ്. അപ്പൊ എന്റെ ഹെയർ ഒരുപാട് ഡ്രൈയും ഒരുപാട് ഫ്രിസി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇനി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ എന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൽ ഫുള്ള് നമ്മൾ ആ നൈറ്റിൽ അപ്ലൈ ചെയ്യുക. ഇതിനകത്തുള്ള കണ്ടൻസ് ഫുൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഓവർനൈറ്റ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ആദ്യം കണ്ടപ്പോഴത്തേനും എൻ്റെ ഹെയർ നന്നായിട്ട് ഓയിലാകാനുള്ളൊരു ഇതിനകത്ത് എന്താ പറയാനായിട്ട് അത്രയും എമൗണ്ട് ഓഫ് ഓയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഈ ബോട്ടിൽ ഫുൾ ഇല്ലായിരുന്നു. ഇതിന്റെ ഒരു 3/4 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 3/4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ഓയിൽ എമൗണ്ട് പറ്റുമോ എന്റെ മുടി നന്നായിട്ട് ഓയിൽ ആവാനായിട്ട് എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേനും അതെനിക്ക് മാറി. നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യാനുള്ള എമൗണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിനകത്തുള്ള 3/4 തന്നെ എന്റെ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഷാംപൂ കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തു. ഞാൻ നമ്മുടെ ഓവർനൈറ്റ് ഇട്ടിരുന്നപ്പോഴത്തേനും ചില ഓയിലൊക്കെ നമുക്കറിയാം, നമ്മൾ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ഓയിലി ആകും, നമ്മുടെ പില്ലോ ഒക്കെ ഓയിൽ ആകും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാന്നുള്ളതാണ്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഓയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഷാംപൂ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ ഫസ്റ്റ് ഡേയിൽ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഓയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഭയങ്കര ഓയിൽ കണ്ടന്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേയിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഇച്ചിരി ഓയിൽ കണ്ടന്റ് ഉള്ളൊരു ഹെയർ അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും ഞാൻ ഷാംപൂ അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് ഇച്ചിരി ഹെയർ ഡ്രൈ ആയതുപോലെ തോന്നി. അപ്പൊ ഞാൻ തേർഡ് ഡേ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ മാസ്ക് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലത്തെ ഹെയർ മാസ്ക് നമ്മൾ ഷാംപൂന്റെയും കണ്ടീഷണറിന്റെയും കൂടെ നമുക്ക് കിട്ടുന്ന ഹെയർ മാസ്ക്. അപ്പോൾ ഇത് വന്നിട്ട് സെൻ ബൊട്ടാണിക്കയുടെ മൊറോക്കൻ ആർഗൻ ഹെയർ മാസ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഷാംപൂവും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കാൽഭാഗം, നമ്മുടെ കയ്യിൽ കാൽഭാഗം ഈ ഒരു അളവിന് ഞാൻ എടുത്ത് ഹെയർ പാർട്ടീഷൻ ചെയ്ത് 2 സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതിനെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേനും ഹെയറിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാര്യം ഷാംപൂ യൂസ് ചെയ്തപ്പോൾ ഇച്ചിരി ഡ്രൈ പോലെ ആയിരുന്നു. ഷാംപൂ യൂസ് ചെയ്യാതിരുന്നപ്പോൾ ഇച്ചിരി ഓയിൽ ഉണ്ടായിരുന്നു ഹെയറിൽ. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കിയതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ മാസ്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഇല്ല, പക്ഷെ സ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഡ്രൈനെസ്സും ഇല്ല, നല്ല മോയ്സ്ചറൈസ്ഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് ആണിത്. ഈ മാസ്ക് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഈ ഓയിൽ ഷോട്ട്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം കഴിയാനായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഈ ഓയിൽ ഷോട്ട്സ് യൂസ് ചെയ്ത ടൈമിൽ ഞാൻ ഹെയർ മാസ്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തപ്പോഴത്തേനും എനിക്ക് കിട്ടിയത്. വെരി പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനൊരു 4th ബോട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും
ഹെയറിൽ കുറച്ച് ചേഞ്ച് ഒക്കെ കണ്ടു തുടങ്ങി. സോഫ്റ്റ് ആണ്, ഇച്ചിരി മാനേജബിൾ ആകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി 8th ബോട്ടിലും കംപ്ലീറ്റ് ചെയ്തു. 8th ബോട്ടിലും കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 15 ദിവസം കൊണ്ട് ഒരു ഹെയറിൽ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ ഓയിൽ ഷോട്ട്സ് എനിക്ക് എന്റെ ഹെയറിൽ ചേഞ്ച് തന്നു. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഓയിൽ ഷോട്ട്സ് എന്റെ 8 ബോട്ടിൽസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു 2 വീക്സ് 3 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇഫക്റ്റ് എത്ര നാൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 3 വീക്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ വേറെ എന്തായാലും എന്റെ കയ്യിൽ ഓയിൽ ഷോട്ട്സ് കഴിഞ്ഞു, അപ്പൊ ഞാൻ വേറെ എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മുടിയിൽ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇതിന്റെ ഈ ഉണ്ടായ ഇഫക്റ്റ്, പോസിറ്റീവ് ഇഫക്റ്റ് നമ്മുടെ സ്മൂത്ത് ആയിട്ട് ആയതും എന്നുവെച്ചാൽ ടെക്സ്ചർ ചേഞ്ച്, അങ്ങനെ വലിയ ടെക്സ്ചർ ചേഞ്ച് എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. എന്റെ ഹെയർ ആക്ച്വലി ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്റെ ഹെയർ ഓരോ ഹെയർ മാസ്കും ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഹെയറിന്. അപ്പോൾ ഞാൻ 8th ബോട്ടിൽ കംപ്ലീറ്റ് ആക്കി ഒരു 1 വീക്കോളം ഞാൻ ഹെയറിൽ വേറൊന്നും ഹെയർ മാസ്കോ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്തില്ല. അത് റീറ്റെയിൻ ആകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സർപ്രൈസിംഗ്ലി അത് റീറ്റെയിൻ ആയി. എന്നിട്ട് ഞാൻ പിന്നെ വേറെ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തതിനു ശേഷം ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചൊരു ചേഞ്ച് വന്നു. പഴയതിലേക്കൊരു ചേഞ്ച് വന്നു. ബട്ട് സ്റ്റിൽ ഓയിൽ ഷോട്ട്സ് തന്ന കുറച്ച് പോസിറ്റീവ് ഇഫക്ട്സ് ഇപ്പോഴും മുടിയിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ 8 ചെറിയ കുഞ്ഞു ബോട്ടിൽ വെച്ചിട്ട് അവർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ദർ ഈസ് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് തരാനായിട്ട് ഓയിൽ ഷോട്ട്സിന് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു പർച്ചേസിൽ റിയലി ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ ഒരു ചെറിയ ടൈം പീരീഡ് ആണ്, അതിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് അത് തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം 2 ദിവസം തോന്നി വേസ്റ്റ് ആണോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് 8th ബോട്ടിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി അവർ ചുമ്മാ പറയുന്നതല്ല. അതിനകത്ത് അവർ സ്ലോ നാച്ചുറൽ ഹീലിംഗ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ബോട്ടിൽസിൽ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും പതിയെ എന്റെ മുടിയിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. പ്രൈസ് ലിറ്റിൽ ബിറ്റ് കൂടുതലാണ്, പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഇഫക്റ്റ് അത് മീൻസ് നമ്മൾ ആ ഒരു പ്രൈസ് ആ ഒരു ഇതിലേക്ക് മുടക്കിയാൽ തന്നെയും അതിനു വേണ്ടിയിട്ടുള്ള ഇഫക്റ്റ് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് റിവ്യൂ ആണ് ആക്ച്വലി ഇത്. കാര്യം ആ ഒരു രീതിയിൽ നമ്മുടെ ഓയിൽ ഷോട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ നല്ലതാകണം എന്ന് തോന്നുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആ വെബ്സൈറ്റിനകത്ത് ഈ ഡ്രൈനെസ്സിന് മാത്രമല്ല ഇച്ചി സ്കാൽപ്പിന്, ഡാൻഡ്രഫ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറൈസ് ചെയ്ത ഓയിൽ ഷോട്ട്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 3 എണ്ണം ആണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അവർ ആഡ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തന്നെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും ഉണ്ട്. അപ്പൊ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഞാനത് ട്രൈ ചെയ്യുമ്പോൾ റിവ്യൂ പറയാം. ഇപ്പം എന്റെ കയ്യിൽ ഷാമ്പൂ കണ്ടീഷണർ ഉണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും ഞാനത് വാങ്ങാം. അപ്പോഴത്തേനും ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഷോട്ട്സ് എന്ന് പറയുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. കാര്യം അതിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ ഒരുപാട് നമ്മുടെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന, മോയ്സ്ചറൈസ് ചെയ്യുന്ന, ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യുന്ന കണ്ടന്റ്സ് തന്നെയാണ് അതിനകത്തുള്ളത്. അത് ചുമ്മാതെയല്ല അവർ പറയുന്നത്. സ്ലോ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ് ആക്ച്വലി അവര് നമ്മുടെ ഈ കുഞ്ഞ് ഓയിൽ ഷോട്ട്സ് നടത്തുന്നുണ്ട് നമ്മുടെ ഹെയറിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓയിൽ ഷോട്ട്സിനെ പറ്റിയിട്ടുള്ള എന്റെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്ന ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് പറയുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി. ടാറ്റാ.